ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചൂടുകുരുവിൻ്റെ കാരണങ്ങളും അതെങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് മാറ്റിയെടുക്കാം എന്നതിനെ പറ്റിയൊക്കെയുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്നെ എൻ്റെ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ മുന്നോട്ടിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും മിസ് ചെയ്യാതെ കാണാനും സാധിക്കുള്ളൂ. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനലിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. എൻ്റെ പേരിൽ തന്നെ ക്ലിക്ക് ചെയ്ത ചാനലിലേക്ക് നേരെ ഡയറക്റ്റ് പോകും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ബ്യൂട്ടിയും മേക്കപ്പും പേരൻറ്റിങ്ങും വ്ളോഗ് അങ്ങനെ എല്ലാ തരം വീഡിയോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൂടുകുരു ഉണ്ടാകുന്നതിന് പ്രധാന കാരണം നമ്മുടെ ദേഹത്തെ വിയർപ്പ് ഗ്രന്ഥിയിൽ നിന്നുള്ള ഹോൾസൊക്കെ അടയുന്നതാണ്. അതിങ്ങനെ പുറത്തേക്ക് പോകാനാകാതെ അവിടെ തന്നെ ഇരുന്ന് ചൂട് കൂടുകയും നമുക്ക് അസ്വസ്ഥതകളും വേദനയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകാനും കാരണമാകും. എന്നിട്ടത് കുമിളകൾ പോലെ പൊങ്ങി വന്ന് ചെറു കുരുക്കളായിട്ട് രൂപപ്പെട്ടു വരും. 3 തരത്തിൽ ചൂടുകുരുകൾ നമുക്ക് വരാറുണ്ട്. ചില കുരുക്കൾ കണ്ടിട്ടില്ലേ, കുഞ്ഞതായിട്ട്, എന്നിട്ട് അതിനകത്ത് വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. അതിങ്ങനെ പൊട്ടിക്കുമ്പോൾ വെള്ളം വരുന്ന പോലെ കണ്ടില്ലേ. പക്ഷേ ഇതിന് ചുവപ്പ് നിറമൊന്നും ഉണ്ടാകത്തില്ല. ദേഹം ചുവന്ന് വരികയൊന്നുമില്ല. നെഞ്ചിലും കഴുത്തിലും പുറത്തുമൊക്കെ ആയിരിക്കും, നെറ്റി ഭാഗത്തുമൊക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ട് കാണുന്നത്. രണ്ടാമതായിട്ടുണ്ടാകുന്നത് ചുവപ്പ് നിറത്തിലുള്ള കുരുക്കളാണ്. ഇത് ഇങ്ങായിട്ട് ചിതറിയായിരിക്കും ഉണ്ടാകും. കൂട്ടമായിട്ട് ഒരുപാട് ഉണ്ടായിരിക്കത്തില്ല, ചിതറി ആയിരിക്കും ഉണ്ടാകുന്നത്. ഇത് അതുപോലെ തന്നെ നമ്മുടെ ദേഹത്ത് ഡ്രസ്സൊക്കെ മൂടിക്കിടക്കുന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുന്നത്. അവിടെ വിയർക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചൊറിച്ചിലും അസ്വസ്ഥതകളും നമുക്കുണ്ടാവും. അങ്ങനത്തെ ടൈപ്പാണ് രണ്ടാമത്തെ കുരുക്കൾ. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ചുവപ്പും ഉണ്ടായിരിക്കത്തില്ല, ചൊറിച്ചിലും ഉണ്ടായിരിക്കത്തില്ല. നമ്മുടെ കൈ, കാല്, മുട്ടുകൾ ആ ഒരു ഭാഗത്തൊക്കെ ഇല്ലേ, അങ്ങനത്തെ ചെറിയ ശരീരഭാഗങ്ങളിലൊക്കെ ഇല്ല, അങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെയാണ് ഈ കുരുക്കൾ കാണപ്പെടുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഇത് പ്രധാനമായിട്ടും ചെറിയ കുട്ടികൾക്കൊക്കെ കൂടുതലായിട്ടും വരാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കോട്ടൺ അല്ലാത്ത ഡ്രസ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾക്കൊക്കെ കുരുക്കളുണ്ടാകും. എൻ്റെ മോന് കുരു വന്നിട്ടുണ്ടായിരുന്നു, മുഖം നിറച്ച് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യമൊക്കെ ഇത് തന്നെ പോകുമെന്ന് വിചാരിച്ചു. പിന്നെ ഹോം റെമഡി ഒന്നും ചെയ്യാൻ നിന്നില്ല. വേഗം തന്നെ, കാരണം ചെറിയ കുട്ടിയില്ലേ, 1 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പീഡിയാട്രീഷ്യനെ കാണിച്ചപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ ചോദിച്ചു എങ്ങനെയാണ് കുഞ്ഞിനെ കിടത്തുന്നത്. അപ്പം ഞാൻ ടർക്കി വിരിച്ചിട്ട് കിടത്താറുണ്ടായിരുന്നു. അപ്പം ഞാൻ കൊണ്ടുവരുന്ന ടർക്കിയുടെ ക്ലോത്ത് നോക്കിയിട്ട് ഇത് മാതിരിയുള്ള ക്ലോത്ത് ആണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കോട്ടൺ ക്ലോത്ത് അല്ല. പക്ഷേ നമ്മളോട് കോട്ടൺ ആണെന്നും പറഞ്ഞ് അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു ടൈപ്പ് ടർക്കി ആയിരുന്നു അത്. നമ്മൾ ടെക്സ്റ്റൈൽസിൽ പോയി വാങ്ങിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കോട്ടൺ അല്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ക്ലോത്തിൽ മാത്രം കുഞ്ഞിനെ കിടത്തുക. കോട്ടൺ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കോട്ടൺ അല്ലാത്ത ഡ്രസ്സുകളൊക്കെ വിയർപ്പും ചൂടും കൂടുതലുണ്ടാകും. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കുരുക്കൾ ദേഹത്ത് വരാനും കാരണം ഈ മുഖം നിറച്ചും കഴുത്തിലും കൈയുടെ ഈ ഒരു ഷോൾഡർ ഭാഗത്ത് നെറ്റിയിലൊക്കെ ഒരുപാട് കുരുക്കളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ കൂടുതലായിട്ടും കോട്ടൺ വസ്ത്രങ്ങൾ തന്നെ ധരിക്കാനായിട്ട് ശ്രമിക്കണം, പ്രത്യേകിച്ച് ചൂടുകാലത്ത്. പിന്നെ ചൂടല്ലാത്ത സമയത്ത് ഇതുപോലെ കോട്ടൺ അല്ലാത്ത ഡ്രസ്സുകൾ ഇടിയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകും കേട്ടോ. അപ്പം നിർബന്ധമായിട്ട് നിങ്ങൾ കോട്ടൺ ഡ്രസ്സ് തന്നെ കുഞ്ഞുങ്ങളെ ഇടിയിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ കാര്യം നോക്കും. 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഹോം റെമഡികൾ ചെയ്യാവുന്നതാണ്. 1 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ ആയാൽ പോലും കോട്ടൺ ഡ്രസ്സുകൾ ധരിപ്പിക്കുക. ഇനി അതല്ല, വേനൽക്കാലം ഈ സമയത്തൊക്കെ ഭയങ്കര ചൂടാണ്. ഈ സമയത്തൊക്കെ മിക്ക കുട്ടികൾക്കും ചൂടുകുരുക്കൾ ഉണ്ടാകാറുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് നന്നായിട്ട് വെള്ളം കൊടുക്കുക. 1 വയസ്സ് കഴിഞ്ഞാൽ വെള്ളം കൊടുക്കാമല്ലോ, ഇഷ്ടം പോലെ അവന് വേണ്ടപ്പോഴെല്ലാം കുടിക്കാൻ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക. ഒന്നാമതായിട്ട് ആ കാര്യം ചെയ്യണം. രണ്ടാമതായിട്ട് കോട്ടൺ തുണി തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് ചൂടുകുരു ഉള്ള ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ ശരീരത്തിന് ഒരു തണുപ്പ് കിട്ടും. ആ ഒരു ചൂടിൽ നിന്നൊരു ശമനമൊക്കെ കിട്ടും. അത് പതിയെ അമങ്ങാനായിട്ട് കാരണം നല്ല തണുത്ത ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അമക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതും ഉപകാരമായിരിക്കും. മൂന്നാമതായിട്ട് തേങ്ങാവെള്ളം ഉണ്ടല്ലോ, തേങ്ങാ പൊട്ടിക്കുമ്പോൾ എടുക്കുന്ന വെള്ളം, അതെടുത്തിട്ട് കുഞ്ഞിൻ്റെ ദേഹത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റെമഡിയാണ് മാറി കിട്ടാനായിട്ട്. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഓൾസോ ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. തേങ്ങ പൊട്ടിച്ച് തേങ്ങ ചിരകി എടുത്ത് മിക്സിയിലടിച്ച് പാലെടുത്തിട്ട് അത് തേച്ച് കൊടുക്കാം. അതല്ല എങ്കിൽ പാലെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് അതിൻ്റെ ആ കട്ടി ഭാഗങ്ങളെല്ലാം മുകളിലേക്ക് വന്ന് കട്ടിയായിരിക്കും. അടിഭാഗത്ത് ഈ വേസ്റ്റ് വെള്ളവും കിടക്കും. അതായത് നമ്മൾ അരയ്ക്കാൻ യൂസ് ചെയ്ത വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അടിഭാഗത്ത് കിടക്കും. അപ്പോൾ ആ കട്ട വെണ്ണ പോലുള്ളത് നമുക്ക് കോരി വേറൊരു പാത്രത്തിൽ മാറ്റിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഒരാഴ്ച വരെയൊക്കെ അതിരിക്കും കേട്ടോ. അപ്പോൾ അത് കുഞ്ഞിനെ തേപ്പിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ചേക്കുക. വേണ്ട ഭാഗം മാത്രം, എന്തുമാത്രം നമ്മൾ തേപ്പിക്കുന്നുണ്ടോ അത്രയും മാത്രം എടുത്ത് പുറത്ത് വയ്ക്കുക. അതിനുശേഷം ബാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ആ എടുത്ത് വെച്ചത് മാത്രം നമുക്ക് കുഞ്ഞിനെ തേച്ച് കുളിപ്പിക്കുക. അത് കുഞ്ഞിന് നല്ല നിറം കിട്ടാൻ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിന്നെ 4മതായിട്ടാണ് നമ്മുടെ സ്വന്തം കറ്റാർവാഴ ജെല്ല്, അലോവേര ജെല്ല്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അലോവേര ജെല്ല് കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന ട്യൂബിലുള്ള ഒന്നും ഒരു കാരണവശാൽ തേക്കരുത്. വീട്ടിൽ കിട്ടുന്ന ജസ്റ്റ് എടുത്ത് പൊളന്നിട്ട് നമ്മളിങ്ങനെ
അതിൻ്റെ ആ ഇലയെല്ലാം മാറ്റി അകത്തെ ജെല്ലുണ്ടല്ലോ അത് ജസ്റ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് നമ്മുടെ കുഞ്ഞിൻ്റെ മുഖത്തോ എവിടെയൊക്കെയാണുള്ള അവിടെ എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. ഇത് സ്ഥിരമായിട്ട് ചെയ്യാൻ ഡെയിലി ചെയ്യാൻ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഡെയിലി ചെയ്യുന്നുണ്ട് എല്ലാം ഹോം റെമഡീസാണ്, നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസാണ്, കുഞ്ഞിനൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ഇങ്ങനെ ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെറിയൊരു വീഡിയോ ആയിരുന്നു. കാരണം ഈ ഒരു ചൂട് കാലത്ത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഇനി വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.